ഇതാണ് ജെൻറ്റിങ് ഹൈലൻഡിലെ ബസ് സ്റ്റേഷൻ. നമ്മളിവിടെ രാവിലെ 11:30 ആയപ്പോൾ എത്തി. 10 മണിക്കായിരുന്നു അവിടുന്ന് പുറപ്പെട്ടു. ഈ കാണുന്നതാണ് കേബിൾ കാർ. മലേഷ്യയിലെ ഏറ്റവും വലിയ അട്രാക്ഷനും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടുമായിരുന്നു. ഇവിടോട്ട് വരാണ്ട് ഈ കാണുന്ന ക്യൂ എല്ലാം കടന്നു വേണം ഈ കേബിൾ കാറിൻ്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട്. ഇവിടെ ഒരാൾക്ക് ഈ ഒരു കേബിൾ കാർ കയറണമെന്നുണ്ടെങ്കിൽ വൺ സൈഡ് 10 റിങ്കറ്റാണ്. ഇവിടെ നമുക്ക് 2 രീതിയിൽ ടിക്കറ്റ് എടുക്കാം. ഒന്നെങ്കിൽ ക്ലൂക്ക് എന്ന് പറയുന്ന ആപ്പിൻ്റെ അകത്തൂടെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ടിക്കറ്റും ബസ്സിൻ്റെ ടിക്കറ്റും ഒക്കെ എടുത്ത് ഇവിടെ വരാം. അല്ലെങ്കിൽ ഇവിടെ കൗണ്ടറുണ്ട്, ഇവിടെ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ KL സെൻറ്റർ മെയിൻ ഏരിയ ഉണ്ട്, അവിടെ നിന്നാണ് ബസ് പുറപ്പെടുന്നത് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കാം. വൺ സൈഡ് മാത്രമാണ് 10 റിങ്കറ്റ് കേബിൾ കാർ അങ്ങോട്ട് പോകാനായിട്ട്. ഇങ്ങോട്ട് പോകാനായിട്ടും അതുപോലെ തന്നെ 10 റിങ്കറ്റ്. ഈ കേബിൾ കാർ തന്നെ 2 കളറുണ്ട്, ഒന്ന് വൈറ്റുമുണ്ട്, ഒന്ന് ഈ റെഡുമുണ്ട്. റെഡിലാണെങ്കിൽ ഈ 10 റിങ്കറ്റിൽ കയറാം. വൈറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ പ്രിവിലേജ് ഉള്ളൊരു കോഴി സമ്മതിക്കില്ല. വൈറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ പ്രിവിലേജ് ഉള്ളതാണ്. അതിൽ കയറണമെന്നുണ്ടെങ്കിൽ വേറെ പൈസ കൊടുക്കണം. കേബിൾ കാർ കയറുമ്പോൾ തന്നെ എപ്പോഴും ഓപ്പോസിറ്റായിട്ടിരിക്കാൻ നോക്കുക. അപ്പോഴാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. ബസ് പോയിന്റിൽ നിന്ന് ജെൻറ്റിങ് ഹൈലൻഡിലേക്ക് കാർ വഴി നമുക്ക് വരാം, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. ആ പോകുന്ന വണ്ടി നമ്മൾ കയറിയത്തിൽ 4 പേരേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ അപ്പുറം മാറി ഇരുന്നായിരുന്നു നമ്മൾ യാത്ര. ഇതാണ് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്റ്റോപ്പ്. ഇവിടെയാണ് ചിൻസ്വി ടെമ്പിൾ. ഇവിടെ നമുക്ക് പോകുമ്പോഴോ അതോ തിരിച്ചിറങ്ങി വരുമ്പോഴോ കയറുകയോ ഇറങ്ങുകയോ ചെയ്യാം. അത് നമ്മുടെ ഓപ്ഷൻ പോലെയാണ്. മിക്കവരും ഫസ്റ്റ് നേരെ ജെൻറ്റിങ് ഹൈലൻഡിലോട്ട് പോകും. അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ച് വരുന്ന വഴി ഇവിടെ ഇറങ്ങി ആ ടെമ്പിളും കണ്ടുവച്ച് അങ്ങ് പോകുന്നതാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതായിരുന്നു നല്ലത്. ചെറിയ രീതിയിൽ പോകുന്ന വഴി മഴയുണ്ടായിരുന്നു. ആ സമയത്ത് കൊള്ളിയാനോ ഇടിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേബിൾ കാർ അപ്പം സ്റ്റക്കാവും. അപ്പം ഞങ്ങളൊന്നും ഞെട്ടും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. അത് കഴിയുമ്പോഴത്തേന് ഇടിയൊക്കെ മാറി കഴിയുമ്പോൾ പിന്നെയും വണ്ടി വിടും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മറക്കാൻ പറ്റത്തില്ലാത്തൊരു സൂപ്പർ എക്സ്പീരിയൻസ്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു മൗണ്ടൻ ക്ലൈമ്പിങ്. കോഴിയുടെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ കോഴിയുണ്ടേ. ഇവിടെ വച്ചാണ് ഒരു ഇടി വന്നത്. ഇടി വന്നപ്പോൾ ഇതങ്ങ് നിർത്തി. ഈ ഹിൽ സ്റ്റേഷനിൽ കസിനോസ് പെർമിറ്റഡ് ആണ്. കസിനോസിൽ ക്യാമറ അലൗഡ് അല്ല, പക്ഷേ നമുക്ക് കയറി കാണാം എങ്ങനെയാണ് ആ പ്രോഗ്രാംസിൽ അവിടെ നടക്കുന്നതെന്ന്. പിന്നെ അതല്ലാതെ ഒരു വലിയൊരു തീം പാർക്കും ഉണ്ട് ഏറ്റവും താഴെയായിട്ട് ലാസ്റ്റ് ഫ്ലോറിൽ. ഈ ജെൻറ്റിങ് ഹൈലൻഡിൽ നമുക്ക് പല രാജ്യങ്ങളിലെ പല ഡിഷസ് ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും നല്ല റേറ്റാണ്. അപ്പം